ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് പറഞ്ഞത് ജനറൽ സർവീസാണ്. അതിനകത്ത് ജോബ് കാർഡിനകത്ത് പറഞ്ഞിരിക്കുന്ന 1-2 കംപ്ലയിൻസുകളുണ്ട്. വൈബ്രേഷൻ പറയുന്നുണ്ട്, വണ്ടി നല്ല രീതിയിൽ വൈബ്രേഷൻ കാണിക്കുന്നുണ്ട് ഫസ്റ്റ് എടുക്കുന്ന സമയത്ത്. മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്, റണ്ണിങ്ങിൽ ഓഫായി പോകണം, മഴ പെയ്യുന്ന സമയത്തൊക്കെ ഓഫാണ് കംപ്ലയിൻറ്റ്. സ്പീഡോമീറ്റർ ചെക്കപ്പ് ചെയ്യുക, വലി കുറവ് പറഞ്ഞിട്ടുണ്ട്, ബ്രേക്ക് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്, LH യോക്ക് ചെക്കപ്പ്, ഫ്ലോർ മാറ്റ്, ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞാണ് വർക്കുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് വണ്ടി മിസ്സിങ്ങിൻ്റെ പ്രശ്നം കാണിക്കുന്നുണ്ട്. അതായത് ശരിക്കും വണ്ടി എടുത്ത് കുറച്ച് നേരത്തേക്ക് അന്യ ബുദ്ധിമുട്ടാണ് വണ്ടി റേസായി കിട്ടാനൊക്കെ. അങ്ങനത്തെ പ്രോബ്ലം ഉണ്ട്. സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല. പിന്നെ ബാക്ക് സൈഡിൽ നിന്ന് നല്ല രീതിയിൽ വൈബ്രേഷൻ കാണിക്കുന്നുണ്ട്. അത് ക്ലച്ചിൽ നിന്ന് വരുന്ന കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ നമ്മൾ വണ്ടി അതിന് ശേഷം വണ്ടി വർക്കിന് കയറ്റി ജനറൽ സർവീസായിട്ട് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്യുന്നുണ്ട്. ജനറൽ സർവീസിൽ ഉൾപ്പെടുന്ന എല്ലാ ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അത് കൂടാണ്ട് 1-2 വർക്കുകൾ നമുക്ക് അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. കൃത്യമായിട്ട് ശ്രദ്ധിച്ച് നമുക്ക് മനസ്സിലാവും. ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബ്രേക്ക് ലൈനർ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ലൈനറൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ്. പക്ഷേ എന്നാൽ പോലും കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ പരമാവധി ഏകദേശം പകുതി കൂടുതൽ തീർന്നിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ കുറച്ചും കൂടി വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. എപ്പോഴും നല്ലത് കമ്പനി ഒറിജിനൽ ബ്രേക്ക് ഷൂ യൂസ് ചെയ്യണതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. കാരണം ഇതിപ്പോൾ ഈ ലൈനറൊക്കെ ഇടുമ്പോഴുള്ള പ്രോബ്ലം വെച്ചാൽ ബ്രേക്ക് ചതഞ്ഞ രീതിയിലുള്ള പ്രശ്നം കാണിച്ചുകൊണ്ടിരിക്കും. ബ്രേക്ക് ഒരു സുഖം ഉണ്ടാവില്ല, സ്മൂത്ത് ഉണ്ടാവില്ല, ഒരു ചതഞ്ഞ പോലെ ആയിരിക്കും ഇരിക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചേക്കാണ്. വേണമെങ്കിൽ നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റാക്കി എടുക്കാം. പിന്നെ ബാക്കിൽ വന്നേക്കുന്നത് നമുക്ക് ഇതിപ്പോൾ കിടക്കുന്നത് ശരിക്കും 100-90 നമുക്ക് അതിൻ്റെ ടയറിൻ്റെ സൈസ് പറഞ്ഞാൽ. ഇത് 110-90 കിട്ടണം കേട്ടോ. 110-90 അതിൻ്റെ ഫില്ല് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വലിപ്പം ടയറിന് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വലിയ വരുമ്പോഴത്തേക്ക് അതിനകത്തൊക്കെ ചെറിയൊരു റിഫ്ലക്ഷൻ കാണിക്കും. പിന്നെ ഹബിൻ്റെ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ ആ ലൈനർ ഇവിടെ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അങ്ങനത്തെ ലൈനർ ഉപയോഗിക്കുമ്പോൾ തന്നെ മിസ്റ്റേക്കാണത്. ഇത് നല്ല രീതിയിൽ നമുക്ക് വാട്ടർ പേപ്പറൊക്കെ ഇട്ടൊന്ന് പിടിച്ച് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ആക്കാം. തൽക്കാലത്തേക്ക് അങ്ങനെ ഇടാം. ഇനി മാറ്റിയിടുമ്പോൾ തന്നെയും ഒറിജിനൽ മേടിച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക. വലിയ റേറ്റിലൊന്നും വേരിയേഷൻ ഉണ്ടാവില്ല. കൂടി വന്നാൽ 10, 30, 40 രൂപയ്ക്ക് വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് മേടിച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്റർ ക്ലച്ച് ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ നമ്മൾ അഴിച്ച് നോക്കുമ്പോൾ എയർ ഫിൽറ്ററും വലിയ പഴക്കമായിട്ടില്ല. പക്ഷേ ഇതും പക്ക ഡ്യൂപ്ലിക്കേറ്റാണ് നമുക്ക് കിടക്കണം കേട്ടോ. കാരണം ഇത് പേപ്പർ ക്വാളിറ്റിയാണ് മെയിനായിട്ട് വന്ന ഇഷ്യൂ. അത് പെട്ടെന്ന് പൊടി കയറി ബ്ലോക്ക് ആവുകയും നമുക്ക് മൈലേജ് ഷോട്ട്, വരി കുറവ്, അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവും. അപ്പോൾ ഇതൊന്നും വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതന്നെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നീട് മാറ്റണ സമയത്ത് എന്തായാലും നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചേക്കാണ്, എന്തായാലും നഷ്ടമായി. അപ്പോൾ പിന്നീട് മാറ്റേണ്ട സമയത്ത് ഒറിജിനൽ മേടിച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ പുറമെ വർക്ക്ഷോപ്പുകളിലാണ് ചെയ്യണമെങ്കിൽ പോലും പാർട്സ് നമ്മൾ മേടിച്ച് കൊടുത്താൽ മതി. അതായത് ഒറിജിനൽ സാധനങ്ങൾ നമ്മൾ മേടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതുമ്മേ സെറ്റ് ചെയ്തോളും. അവർക്ക് പണിക്കാശ് മാത്രം കൊടുത്താലും മതിയല്ലോ. ഇതല്ലെങ്കിൽ വണ്ടിയുമ്മേ കയറുന്ന ഒട്ടുമിക്ക പാർട്സുകളും ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും. അതിൻ്റെ ഏകദേശം ഒരു ഐഡിയ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിൻ്റെ ക്ലച്ച് യൂണിറ്റ് നമ്മളൊന്ന് അഴിച്ചിട്ടുണ്ട്. ക്ലച്ചിനകത്ത് നമുക്ക് ആ ജർക്കിങ് വൈബ്രേഷൻ കാണിക്കുന്നതിൻ്റെ മെയിൻ റീസൺ അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഈ വീലുകൾ കംപ്ലൈൻറ്റാണ്. നോക്കുമ്പോൾ ഈ ക്ലച്ച് വീലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ അഴിച്ചിട്ട് ഓരോ 10,000 കിലോമീറ്ററിലും നിർബന്ധമായിട്ടും ചെയ്യേണ്ട വർക്കാണ്. നമ്മളിവിടെ മാസ് മോട്ടോഴ്സിൽ ചെയ്യുമ്പോൾ അത് ഓരോ സർവീസിലും 4 മാസം കൂടുമ്പോഴാണ് സർവീസ് വരാം. ഓരോ സർവീസിലും നമ്മളത് അഴിച്ച് കറക്റ്റായിട്ട് അതിൻ്റെ പെർഫോമൻസ് ചെക്ക് ചെയ്യും. കംപ്ലൈൻ്റ് ആണെങ്കിൽ കൈയോടെ തന്നെ നമ്മളത് ഗ്രീസ് ചെയ്ത് പോലെയാണ് പതിവ്. ഇത് ടൈമിങ്ങൊക്കെ മാറിപ്പോയിട്ടുണ്ട്. ഈ വീല് ഹോളൊക്കെ ഓവലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്ക് സൈഡിൽ നിന്നുള്ള ആ ക്ലച്ചിൻ്റെ ഭാഗത്തുനിന്നുള്ള മുഴക്ക സൗണ്ട് കാര്യങ്ങളൊന്നും ക്ലിയർ ആവില്ല. ആ ജർക്കിങ്ങും കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ നമുക്ക് തൽക്കാലം മാറ്റുന്നുണ്ടെങ്കിൽ 2 വീൽ ഒരുമിച്ചാണ് മാറ്റേണ്ടത്. 2 വീൽ ഒരുമിച്ച് മാറ്റിയതിന് ശേഷം റോളർ പിന്ന് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ തൽക്കാലത്തേക്ക് റോളറും പിന്നും മാത്രം മാറ്റി യൂസ് ചെയ്യുക. കംപ്ലയിൻസൊക്കെ ഏകദേശം അതേ രീതിയിൽ തന്നെ നിലനിൽക്കും. പിന്ന് മാറ്റണതിൻ്റെ ചെറിയൊരു വ്യത്യാസം കാണിക്കും എന്ന് മാത്രം. പിന്നെ അതിൻ്റെ ബെൻഡെക്സ് നമ്മൾ ചെക്ക് ചെയ്തു. പിന്നിയൻ സ്റ്റാർട്ടർ എന്ന് പറയുന്ന യൂണിറ്റ് അതൊക്കെ വർക്കിംഗ് ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. വേരിയേറ്റർ ബോഡി അതിൻ്റെ റോളർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. വേരിയേറ്റർ ബോഡി നമുക്ക് നമ്മൾ കിടക്കുന്നത് ഒറിജിനലും നല്ല ഡ്യൂപ്ലിക്കേറ്റ് തന്നെയാണ് അത് കിടക്കണത്. ഒറിജിനൽ വേരിയേറ്റർ ബോഡി അല്ല ഇതുമ്പോൾ കിടക്കുന്നത്. ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റാണ്. അതേപോലെ തന്നെ ഈ വന്ന റോളറൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ നമുക്കതൊക്കെ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ബെൽറ്റിൻ്റെ കണ്ടീഷനും നമ്മൾ നോക്കി. ബെൽറ്റും ഇതേപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് തന്നെ കിടക്കണേ, ബെൽറ്റും കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഒട്ടുമിക്ക പാർട്സുകൾ നമ്മൾ യൂസ് ചെയ്തത് ഒറിജിനൽ അല്ല, ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളാണ് നമ്മൾ കിടക്കണേ. എന്നിരുന്ന് വേറെ പ്രോബ്ലം ഒന്നുമില്ല. കംപ്ലയിൻറ്റ് എന്ന് പറയുന്നത് ഈ വന്ന വീല് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് മാറ്റുന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ നമുക്ക് മാറ്റി പോകണമായിരിക്കും ഏറ്റവും ബെറ്റർ. അതല്ലെങ്കിൽ തൽക്കാലം പിന്നെ റോളറൊക്കെ മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. കൂടുതൽ കംപ്ലയിൻറ്റ് കാണിച്ച് മാറ്റണ സമയത്ത് മൊത്തത്തിൽ വീല് സെറ്റപ്പാടി മാറ്റുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം ഇത് 2 വീലും വരുമ്പോൾ 1400 അടുത്ത് അങ്ങോട്ട് വരും ഈ വീല്. മറ്റേതും ഏകദേശം ഒരു 800-900 ആ റേഞ്ചിൽ വരും ആ വീല് വരുമ്പോൾ. പിന്നെ എൻ്റെ റോളർ പിന്നൊക്കെ കൂടിയിട്ട് ഏകദേശം ഒരു 100 വരും. അങ്ങനെയാണ് അതിൻ്റെ റേറ്റ് വരാം കേട്ടോ. പിന്നെ ക്ലച്ച് വെയിറ്റ് ഇത് ഇതിൻ്റെ ഉള്ളിൽ പിന്നുമ്പോൾ മൊത്തത്തിൽ സ്റ്റക്കായ ഒരവസ്ഥയിലേക്ക്. അപ്പോൾ അത് മൊത്തത്തിൽ അഴിച്ച് നമ്മളതിൻ്റെ പിന്നൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്യണം കേട്ടോ.
കാരണം നമ്മൾ വണ്ടി ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഇതിങ്ങനെ ശരിക്കും വികസിച്ച് വരണം. ആ വികസിക്കുന്ന ആ ഒരു പോർഷൻ കറക്റ്റ് അല്ല, ഫുൾ സ്റ്റക്കായ ഒരു അവസ്ഥയിലേക്കാണ്. അപ്പോൾ അതൊക്കെ വലിയനെ ബാധിക്കുന്നതാണ്. പിക്കപ്പിനൊക്കെ ശരിക്കും റിഫ്ലക്ഷൻ കാണിക്കും അതിനകത്തൊക്കെ. പിന്നെ കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടുന്നുണ്ട്. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്യണേ. അതിനകത്ത് വീല് മാറ്റുന്നുണ്ടെങ്കിൽ ഇത് മാറ്റി വിടാം. ബാക്കിയത്തെ നമുക്ക് ആ പിന്നൊക്കെ മാറ്റി ബാക്കിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. പിന്നീടൊക്കെ മാറ്റുമ്പോൾ ഈ സാധനങ്ങളൊക്കെ ഒറിജിനൽ ഇടാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. പിന്നെയുള്ളത് നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഡിസ്ട്രിങ്ങിൻ്റെ പ്രശ്നം കാണിച്ച് അതിനകത്ത് 2 കംപ്ലയിൻറ്റുകൾ. ഒന്ന് ഈ പ്ലഗ് അഡാപ്റ്ററിനകത്തേക്ക് വന്ന യൂണിറ്റിന് ഇവിടെ HD കോലിൻ്റെ ഇവിടെ ചെറുതായിട്ട് കട്ടായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു എർത്തിങ് വ്യത്യാസം വരുന്നുണ്ട്, അതിൻ്റെ പ്രോബ്ലം കാണിക്കുന്നുണ്ട്. അത് നമുക്ക് ആ HD കോയിൽ എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന കോയിൽ അസംബ്ലിയാണ് മാറ്റി വയ്ക്കേണ്ടത്. ഇതിൽ നിന്നാണ് പ്ലഗിലേക്ക് പവർ സപ്ലൈ വരാം. അത് മാറണം, ഈ പ്ലഗിൻ്റെ അഡാപ്റ്റർ മാറണം. പിന്നെ പ്ലഗ് മാറ്റിയിടണം, കാരണം ഇത് ഈ മോഡൽ പ്ലഗ് അല്ല നമുക്ക് ഈ വണ്ടിക്ക് വരാം. ഇത് ശരിക്കും പഴയ മോഡൽ സ്പ്ലെൻഡർ മോഡൽ വണ്ടിയൊക്കെ ബൈക്കിനൊക്കെ വന്ന മോഡൽ ചെറിയ മോഡൽ പ്ലഗ്ഗാണ്. നമുക്ക് ഇതിൻ്റെ വരുമ്പോൾ ഒരല്പം കൂടി നീട്ടമുള്ള മോഡൽ പ്ലഗ്ഗാണ് വരാം. ഇതിപ്പോൾ ഇട്ടേക്കണം കൊണ്ട് എന്ത് പറ്റിയേക്കണമെന്ന് വെച്ചാൽ നിലവിൽ നീട്ടം കൂടിയ പ്ലഗ് ഇടുന്നിടത്ത് കുറഞ്ഞ പ്ലഗ് ഇടുമ്പോൾ അത്രയും ഗ്യാപ്പ്, ആ നീട്ട വ്യത്യാസമുള്ള ഗ്യാപ്പിനകത്തേക്ക് കാർബൺ കയറി ബ്ലോക്ക് ആവും. അപ്പോൾ പുതിയ പ്ലഗ് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം. പോസിബിൾ അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇതന്നെ ഇടാനാണ് പറ്റുള്ളൂ കേട്ടോ. കാരണം അതല്ലെങ്കിൽ നമുക്ക് എന്ത് പറ്റുന്നതെന്ന് വെച്ചാൽ കാർബൺ കയറി ഉള്ളിലേക്ക് കയറിയിട്ട് കയറി പിടിക്കും തോറും പിന്നീട് ഫയറിങ് കാര്യങ്ങളൊക്കെ പ്രോബ്ലം ആയിട്ട് വരും എൻജിൻ ഹെഡിൻ്റെ ഭാഗത്ത് കേട്ടോ. അത് ശ്രദ്ധിക്കാണ്ട് ചെയ്തേക്കണതാണ്. ആരായാലും ചെയ്തേക്കണത് ശ്രദ്ധിക്കാണ്ട് ചെയ്താണ് കേസാണ്. ഇതിപ്പോൾ ഇതുകൊണ്ട് നമുക്ക് നഷ്ടം വരാൻ പോകുന്നത് എൻജിൻ ഹെഡ് നമ്മൾ പെട്ടെന്ന് നമുക്ക് അഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരാൻ സാധ്യതയുണ്ട്. പ്ലഗ് വലുത് കയറാണെങ്കിൽ വലിയ പ്രശ്നമില്ലാണ്ട് ഓടിക്കോളും. നേരെ മറിച്ച് ഇത് തന്നെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സമീപ ഭാവിയിൽ നമ്മൾ ആ കംപ്ലൈൻറ്റ് പ്രതീക്ഷിക്കുക തന്നെ വേണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ആക്സിലേറ്ററിൻ്റെ കേബിൾ ടൈറ്റ് ഉണ്ട്, അത്യാവശ്യം ടൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ കേബിൾ മാറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പിന്നെ വാട്ടർ സർവീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉൾഭാഗം കൂടിയൊക്കെ ഒന്ന് കഴുകി പോയാൽ നല്ല. അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെളി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് കഴുകുന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ എവിടെയെങ്കിലും പെയിൻറ്റോ കാര്യങ്ങൾ തുരുമ്പൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പെയിൻറ്റൊക്കെ ടച്ച് ചെയ്യണമെങ്കിൽ അതൊരു ഈ രീതിയിൽ കഴുകുമ്പോഴാണ് നമുക്കത് ക്ലിയർ ആവുള്ളൂ. മറ്റേപാടെ നമ്മൾ ബോഡി വാഷിംഗ് ആയിട്ട് ചെയ്യുമ്പോൾ പുറത്തെ ചെളി മാത്രമേ പോകുള്ളൂ, ഉള്ളിലെ ചെളിയൊക്കെ അങ്ങനെ തന്നെ നിലനിൽക്കും. പിന്നെ ഫ്രണ്ടിലേക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇവിടെയും അത്യാവശ്യം അതേപോലെ തന്നെയാണ് ചെളി കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുണ്ട്. കോൺസെപ്റ്റൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ലൂസായിരുന്നു. ജസ്റ്റ് ഒന്ന് അഴിച്ച് നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് ഇട്ടിട്ടുണ്ട്. തൽക്കാലത്തേക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെയുള്ള കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലത്തെ ബുഷുകളാണ്. ലിങ്ക് ബുഷൊക്കെ നല്ല രീതിയിൽ പ്ലേ കാണിച്ചിട്ട് പോയിട്ടുണ്ട്. ഇതുണ്ടോ, ഇതൊക്കെ ഇത്ര ഷെയ്ക്കാണ് കാണിക്കുക. അപ്പോൾ ആ ബുഷ് സെറ്റൊക്കെ മാറ്റി റീസെറ്റ് ചെയ്താണ് ഫ്രണ്ടിലെ ജർക്കിങ് കാര്യങ്ങളും ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ഇളക്കവും കാര്യങ്ങളൊക്കെ റെഡി ആവുള്ളൂ. പിന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ ഈ പറഞ്ഞ പോലെ മാക്സിമത്തിലാണ് നിൽക്കണത്, അഡ്ജസ്റ്റിങ് പരമാവധിയിലാണ് നിൽക്കണത്. സ്പീഡോമീറ്റർ വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം വെച്ചാൽ കേബിൾ ഒന്നാമതോട് പൊട്ടിപ്പോയേക്കാണ്. പിന്നെ ക്രൗൺ പിനിയൻ സെറ്റ് മാറ്റിയിട്ട് റീസെറ്റ് ചെയ്താൽ അത് ഓക്കെ ആയിക്കോളും. മെക്കാനിസം ഇതുവരെ ടൈറ്റ് വന്നിട്ടില്ല. കാരണം കുറേ നാൾ ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ അത് ടൈറ്റ് വന്ന് പോണ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. സാധാരണ രീതിയിൽ അങ്ങനെ വരാറുണ്ട്. ഇതിപ്പോൾ ഇതുവരെ വന്നിട്ടില്ല. ഇനിയിപ്പോൾ കിടന്ന് ഓടുന്ന സമയത്ത് ഇല്ലായിരിക്കും എന്തെങ്കിലും പ്രോബ്ലം കാണിക്കുമെന്ന് അറിയില്ല. പക്ഷേ കേബിളും ക്രൗണും പിനിയൻ സെറ്റും മാറ്റിയിട്ടാൽ ഇപ്പോൾ ഉള്ള പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഫ്രണ്ടിലത്തെ ടയറിന് വണ്ടി ഓടിക്കുമ്പോൾ നമുക്കൊരു കംപ്ലയിൻറ്റ്സ് ഫീൽ ചെയ്യണമെന്ന് വെച്ചാൽ വണ്ടി ആക്സിലേറ്റർ ഇച്ചിരി കൊടുത്തു ഏകദേശം ഒരു 10-40 കിലോമീറ്റർ വേഗതയിലാണ് പോകുന്നതെന്നിട്ട് നമുക്ക് ഹാൻഡിൽ വന്ന് പുറത്തൊന്ന് കൈ എടുത്ത് നോക്കി വണ്ടി നല്ല രീതിയിൽ ഇങ്ങനെ ഷിവറിങ് കാണിക്കും. അത് ഈ ടയറുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആണ്. നമ്മൾ ഈ ബാക്കിലത്തെ ടയർ മാറ്റുന്ന സമയത്ത് ഇത് സെറ്റപ്പാടി അഴിച്ച് ബാക്കിലേക്ക് യൂസ് ചെയ്യണമായിരിക്കും കുറച്ചുകൂടി നല്ലത്. എന്നിട്ട് ഇടുന്ന ടയർ പുതിയ ടയർ ഫ്രണ്ടിൽ യൂസ് ചെയ്യാം. അത് സാപ്പർ മോഡൽ ഇതേ ഡിസൈൻ പാറ്റേൺ ഉള്ളത് യൂസ് ചെയ്യണതാണ് കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. അത് ഞാൻ ജസ്റ്റ് സജസ്റ്റഡായിട്ട് പറഞ്ഞിട്ടുള്ളൂ, നോക്കിയിട്ട് ചെയ്താൽ മതി. പിന്നെ ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് 2020 മോഡൽ ബാറ്ററിയാണ്. അതിൻ്റെയാണ് ആ സെൽഫിൻ്റെ എടുക്കാനായിട്ടുള്ളൊരു വലിച്ചിൽ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് ബാറ്ററിയുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആണ്. നമ്മൾ വോൾട്ട് നോക്കുമ്പോൾ 12.87 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. നമ്മൾ ബാറ്ററി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ സെൽഫ് മോട്ടർ വർക്ക് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ബാറ്ററിയിൽ നിന്ന് പവർ ആവശ്യമായിട്ട് വരാം. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി ഇവിടെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണമാണ്. അതിനകത്തേക്ക് കൊടുക്കുന്ന സമയത്ത് ഡൗൺ ആയി പോകുന്നുണ്ട്. 8.45 വരുന്നുണ്ട്. അപ്പോൾ വലിയ താമസിച്ചാണ്ട് ബാറ്ററിയുടെ ഒരു പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. സെൽഫ് സ്റ്റാർട്ട് കംപ്ലയിൻ്റൊക്കെ ആയിട്ട് കാണിക്കും അത് കേട്ടോ. തൽക്കാലത്തേക്ക് ഇപ്പോൾ ഒന്നും ചെയ്യേണ്ടതെന്ന് നിൽക്കട്ടെ, കൂടുതൽ കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാലും മതി. പിന്നെ ഈ ഭാഗത്തേക്കുള്ള സെക്കൻഡറി ഫുൾ യൂണിറ്റൊക്കെ ഇതുമ്പോൾ കിടക്കുന്ന ഡ്യൂപ്ലിക്കേറ്റാണ്. അത് മാറ്റി ഇതൊന്നും വലിയ വിലയുള്ള സംഭവമല്ല, അതൊന്നും മാറ്റിയിടാണോ നന്നായിരിക്കും. പിന്നെ എൻജിൻ ഓയിലിൻ്റെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ പോലും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഓയിൽ നല്ല ഓയിലാണ്, ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല എൻജിൻ ഓയിലുമായി ബന്ധപ്പെട്ടിട്ടോ. അപ്പം ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ടേ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. വീഡിയോ ഒന്ന് കണ്ടുമ്പോൾ ഏകദേശം ഒരു ഐഡിയ ഒക്കെ നമുക്ക് കിട്ടും. പിന്നെ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റും കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് തരാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. പിന്നെ ഈ ലിവർ ലൂസായ കേസ് നമുക്ക് സെറ്റ് ചെയ്യാമെന്നുള്ളൂ, കുഴപ്പമില്ല. ഈ ബ്രേക്ക് ലിവറൊക്കെ നല്ല രീതിയിൽ ഓവലായി പോയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഒന്ന് മാറ്റിയിടാണെങ്കിൽ നല്ലതാണ് ഈ ബ്രേക്ക് ലിവർ. കാരണം വെച്ചാൽ
കുറച്ച് പ്ലേ ഉണ്ടാവും, ഇത് കൂടുതലാണ്, ഒരുപാട് പ്ലേ ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റും വീഡിയോ സഹിതം വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. റിപ്ലൈ കിട്ടിയിട്ട് നമ്മൾ അതനുസരിച്ചിട്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ പരമാവധിയും കണ്ടു കഴിയുമ്പോൾ തന്നെ ഒന്ന് റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ.